മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ LDFന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചും മറ്റു ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലുമാണ് പ്രതിഷേധം. രാജ്ഭവൻ മാർച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ആർ ശ്രീജിത്തും ഷഹദ് റഹ്മാനും വിശദാംശങ്ങളുമായി. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, അവിടെ രാജ്ഭവന് മുന്നിലുള്ള പ്രതിഷേധം തുടങ്ങിയോ? എപ്പോഴാണ് ഉദ്ഘാടനം? നേതാക്കളൊക്കെ എത്തിയോ? അനുജ, രാജ്ഭവന് മുന്നിലുള്ള പ്രതിഷേധത്തിനായി നേതാക്കളും പ്രവർത്തകരും എത്തി തുടങ്ങുന്നു. അതിനു മുന്നോടിയായി മ്യൂസിയം സ്റ്റേഷന് മുന്നിൽ നിന്ന് ഒരു പൊതുപ്രകടനം ഈ രാജ്ഭവൻ ലക്ഷ്യമാക്കിയ ഒരു മാർച്ച് വരുന്നുണ്ട്. അത് 10:45 ആരംഭിച്ചിട്ടുണ്ട്. അത് അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ മാർച്ച് വന്നു ചേരുന്ന സ്ഥലത്ത് നേതാക്കളും പ്രവർത്തകരും എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാവിലെ 11 മണിക്ക് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഈ രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. വയനാട് അർഹമായ കേന്ദ്ര സഹായം നൽകാതെ കേരളത്തോട് വിവേചനം കാട്ടുന്നുവെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് LDF സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചും ഇതര ജില്ലകളിൽ കേന്ദ്ര ഓഫീസുകൾക്ക് മുന്നിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുന്നത്. എന്തായാലും ഇവിടുത്തെ മാർച്ച് MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. LDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുക്കും. 10:45 മ്യൂസിയം സ്റ്റേഷൻ അവിടെ നിന്ന് പ്രകടനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം ഈ പ്രകടനം ഇവിടെ വന്നു ചേരുന്നതോടെ ഈ രാജ്ഭവൻ ധർണ ആരംഭിക്കും. അനുജ, അല്പസമയത്തിനകം രാജ്ഭവന് മുന്നിൽ CPIMന്റെ പ്രതിഷേധ ധർണ ആരംഭിക്കും. ഇപ്പോൾ മാർച്ച് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരമാണ്. ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇനി പോകുന്നത് ഷഹദ് റഹ്മാനിലേക്ക്. ഷഹദ്, കോഴിക്കോട്ട് എവിടെയാണ് പ്രതിഷേധം? അത് തുടങ്ങിയോ? ഈ ഉപരോധ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് മുൻവശത്താണ് ഇത്തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ വയനാടിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് LDFന്റെ നേതൃത്വത്തിൽ ഈ ഉപരോധ സമരം നടക്കുന്നത്. രാവിലെ 10 മണിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 9 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് പ്രവർത്തകർ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. കൃത്യം 10 മണിക്ക് തന്നെ ഈ പരിപാടി ആരംഭിക്കുകയും ചെയ്തു. ശ്രേയാംസ് കുമാറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ശ്രേയാംസ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വയനാട്ടുകാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയിട്ടാണ് പെരുമാറുന്നത് എന്ന ഒരു ആരോപണമാണ് പ്രധാനമായിട്ടും ശ്രേയാംസ് കുമാർ ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് 2 പ്രദേശത്തെ ചെറിയൊരു പ്രശ്നം മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം വയനാട് ഒന്നാകെ ഈ ഒരു ദുരന്തത്തിൽ ഉൾപ്പെടണം എന്നുള്ളതായിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചോദിച്ചു. എന്തായാലും സർക്കാർ, അതായത് കേരള സർക്കാർ പരമാവധി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ കള്ളക്കണക്കുകൾ അവതരിപ്പിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം ഇന്ന് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. എന്നാലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഈ പരിപാടിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള ഇൻകം ടാക്സ് ഓഫീസിന് സമീപത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. നിലവിൽ ഇപ്പോൾ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ ഈ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുജ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെയാണ് LDF സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ച് അത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. മറ്റ് ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് പ്രതിഷേധം. തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. അല്പസമയത്തിനകം അത് നടക്കും. ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള മാർച്ച് ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ശ്രീജിത്ത് നമുക്ക് നൽകിയത്. കോഴിക്കോട്ടും ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം, CPIM സംഘടിപ്പിക്കുന്ന പ്രതിഷേധം. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാനാഞ്ചിറയിലാണ് കോഴിക്കോട്ടെ പ്രതിഷേധം. അങ്ങനെ സംസ്ഥാന വ്യാപകമായി ഉള്ള പ്രതിഷേധം LDF സംഘടിപ്പിച്ചിരിക്കുകയാണ്. വയനാടിനോടുള്ള അവഗണനയ്ക്കെതിരെയാണ്. സുർജിത്ത് അയ്യപ്പത്ത് കൂടി വയനാട്ടിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. സുർജിത്ത്, വയനാടിനോടുള്ള അവഗണനയിലാണ് LDFന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. വയനാട്ടിൽ എങ്ങനെയാണ് പ്രതിഷേധം? വയനാട്ടിൽ പ്രതിഷേധ പരിപാടി തുടങ്ങി. പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ പരിപാടി നടക്കുന്നത്. വയനാട് ദുരന്തത്തിൽ കേരളത്തോട് കേന്ദ്രം അവഗണന കാണിക്കുന്നു എന്നുള്ള ആരോപണമാണ് പ്രധാനമായും LDF ഉന്നയിക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം യുവജന സംഘടനകളുടെ നേതൃത്വത്തിലെല്ലാം തന്നെ നടന്നു. DYFIയുടെ നേതൃത്വത്തിൽ ഈ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ച് നടത്തുകയും ഒപ്പം തന്നെ മനുഷ്യചങ്ങല തീർക്കുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് അടക്കം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അഹമ്മദ് ദേവർകോവിലാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, അതോടൊപ്പം തന്നെ
CPIയുടെ ജില്ലാ സെക്രട്ടറി EJ ബാബു, മറ്റ് നേതാക്കൾ, CPIഎമ്മിൻ്റെ CK ശശീന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയുടെ ഭാഗമായി സംബന്ധിക്കുന്നുണ്ട്. എന്തായാലും ഏറെ പ്രതീക്ഷയിലാണ്. ഇന്നൊരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർവമായ തീരുമാനമുണ്ടാകും, പ്രത്യേക ധനസഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും പ്രതിഷേധ പരിപാടി തുടരുകയാണ്. നേരത്തെ ഹർത്താൽ അടക്കമുള്ള പ്രതിഷേധം UDFിൻ്റെയും LDFിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ നടന്നതാണ്. കേരളം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ വയനാട് പ്രതീക്ഷിക്കുന്നത് 2200 കോടി രൂപയുടെ ധനസഹായമാണ്. അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും സമരം തുടരുന്നു കൽപ്പറ്റ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ. അതെ, വയനാട്ടിൽ ഏത് തരത്തിലേക്കാണ് LDFിന്റെ പ്രതിഷേധം എന്നതിന്റെ വിവരങ്ങളാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകിയത്. കൽപ്പറ്റയിലാണ് പ്രതിഷേധം. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് എല്ലാ ജില്ലകളിലും പ്രതിഷേധം. തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ച്, അത് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് വിവിധ ജില്ലകളിൽ LDFിന്റെ പ്രതിഷേധ ധർണ അത് പുരോഗമിക്കുന്നു. അതിൽ CPIMന്റെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങളുമായി ഇനി ടോബി ജോൺസണാണ് ചേരുന്നത്. ടോബി, കോട്ടയത്ത് ഏത് തരത്തിലാണ് പ്രതിഷേധം? എവിടെയാണ് പ്രതിഷേധം? പ്രധാന നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ. അനുജ, തീർച്ചയായിട്ടും കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് ഈ മാർച്ച് ഉപരോധം നടക്കുന്നത്. രാവിലെ തന്നെ ഏകദേശം 10:15 തന്നെ ആ ഒരു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു. അതിനുശേഷം ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കെട്ടിയിരിക്കുന്ന പന്തലിൽ ഉപരോധ സമരത്തിൻ്റെ ആ മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വലിയൊരു ജനക്കൂട്ടം അല്ലെങ്കിൽ പ്രവർത്തകർ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. LDFിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഉപരോധം നടക്കുന്നത്. N ജയരാജ് ചീഫ് വിപ്പാണ് ഉദ്ഘാടനം നടത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ ഉദ്ഘാടനം നടത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നത് മനസാക്ഷിയില്ലാത്ത നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളിലും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ കേന്ദ്രം ശ്രമിക്കുന്നു. അങ്ങനെ കേരളത്തെ ഞെരുക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുള്ളത്. ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ, LDFിൻ്റെ നേതാക്കളെല്ലാം തന്നെ ഈ ഉപരോധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൃത്യം 10:00 തന്നെയാണ് ഒരു മാർച്ചായി ആരംഭിച്ച് ആ മാർച്ചായിട്ട് നേരെ വന്ന് ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയാണ്. 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് കോട്ടയം ജില്ലയിലും ഉണ്ടായിരിക്കുന്നത്. അനുജ, വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയിൽ LDF സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലാണ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലുള്ള പ്രതിഷേധം. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഉള്ള വിവരങ്ങളാണ് ടോബി ജോൺസൺ നൽകിയത്. അവിടെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ ധർണ.